ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും കാലം മാറ്റിയെങ്കിലും ഒരു ചെറിയ റേഡിയോയെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന ഒരാളുണ്ട് കോതമംഗലത്ത്. ലോക റേഡിയോ ദിനത്തിൽ റേഡിയോയെ ജീവിത സഹചാരിയാക്കിയ 83-കാരനായ റിട്ടയർഡ് അധ്യാപകൻ CK അലക്സാണ്ടറുടെ റേഡിയോ പ്രണയത്തിലേക്ക്. ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഇക്കാലത്ത് ഒരു ചെറിയ റേഡിയോയെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന കോതമംഗലം ചേലാട് സ്വദേശി റിട്ടയർഡ് അധ്യാപകനായ CK അലക്സാണ്ടർ എന്ന 73-കാരൻ 60 വർഷത്തിലധികമായി റേഡിയോയെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്നത് റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ. അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിന്റെയും അഭിമാനമായിരുന്നു. കണ്ണുപയോഗിക്കാതെ വൈദ്യുതിയില്ലാതെ ലോകം കേൾക്കാൻ കഴിയുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഇന്നും റേഡിയോയ്ക്ക് അലക്സാണ്ടറുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടർക്ക് മനഃപ്പാടമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഈ റിട്ടയർഡ് അധ്യാപകന് ചിന്തിക്കാനേ സാധ്യമല്ല. അത് കേവലം ഒരു വിനോദോപാധിയല്ല ഇദ്ദേഹത്തിന്, തന്റെ ജീവിതം തന്നെയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട്. അത് തന്നിൽ ഒരുപാട് മാറ്റമുണ്ടാക്കി. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ജീവിത ശൈലി തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറുടെ ഓരോ ദിനവും തുടങ്ങുന്നത്. രാത്രി 11 മണിക്ക് റേഡിയോ പരിപാടികൾ അവസാനിക്കുന്നതുവരെ കാതിൽ റേഡിയോ തന്നെയാണ് ഇദ്ദേഹത്തിന് കൂട്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് സുപരിചിതമായ പേരാണ് അലക്സാണ്ടർ കോതമംഗലം എന്നത്. 1980-ൽ മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്രമന്ത്രി വസന്ത് P. സാഡെ ഇദ്ദേഹത്തിന് റേഡിയോ നൽകി. അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ തേടിയെത്തി. വയലും വീടും, കൃഷിപ്പാടം, ആകാശവാണിയിലൂടെയുള്ള ഒരു ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയ ഊർജവും നമ്മളും, മത്സ്യകേരളം, നമ്മുടെ ആഹാരം, സുഗന്ധ കേരളം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പരമ്പരകളിൽ ഇദ്ദേഹം വിജയിയായി. സമ്മാനമായി 2 തവണ കൃഷിശാസ്ത്രജ്ഞരോടൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു. സമ്മാനമായി ലഭിച്ച 20-ൽ പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് കൈപിടിച്ചു. അലക്സാണ്ടറിന് ഊണിലും ഉറക്കത്തിലും പറമ്പിൽ പണിയെടുക്കുമ്പോഴുമെല്ലാം റേഡിയോ സന്നദ്ധ സഹചാരിയാണ്. തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് റേഡിയോ ആണെന്ന് അദ്ദേഹം പറയുന്നു. ഏതാണ്ട് 60 വർഷത്തോളമായി ഞാൻ റേഡിയോ ശ്രോതാവാണ്. എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇന്നും ഞാൻ രാവിലെ 5:50 എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി 11 വരെ ഈ റേഡിയോ പരിപാടി കേട്ട് അതിന് വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒത്തിരി അറിവ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ആകാശവാണി അഥവാ റേഡിയോ കേട്ടില്ലെങ്കിൽ ഒരു ദിവസം വല്ലാത്ത ദുഃഖമാണ്. മറ്റ് മാധ്യമങ്ങൾ മോശമല്ല, എല്ലാം നല്ല സന്ദർഭം അനുസരിച്ച് റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ഏത് ജോലിയും ചെയ്യാം. അതാണ് ഒരു പ്രത്യേകതയുള്ളത്. നമ്മുടെ ജോലിക്ക് ഭംഗം വരുന്നില്ല, ഒരു തടസ്സമില്ല. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് റേഡിയോ അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് റേഡിയോയുടെ അത്ര താല്പര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇവരെല്ലാം തിരിച്ചു വരേണ്ട കാലമാണ്. കാരണം റേഡിയോയിൽ നിന്ന് ഒത്തിരി ആരോഗ്യരംഗം, സാഹിത്യരംഗം, കലാരംഗം, പാചകരംഗം, ഡോക്ടറോട് ചോദിക്കുക, നിയമവേദി, ഇതെല്ലാം റേഡിയോയിലുണ്ട്. അപ്പൊ ചെറുപ്പക്കാര്, പ്രായഭേദമന്യേ എല്ലാവരും റേഡിയോ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് യുവാക്കളായ ഇന്നത്തെ ചെറുപ്പക്കാരും കുട്ടികളും റേഡിയോ ശ്രദ്ധിക്കുന്നതിൽ അല്പസമയം മാറ്റിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു. ആരുടെ സമയം നഷ്ടപ്പെടുത്താത്ത ഒരു മാധ്യമമാണ് റേഡിയോ. റേഡിയോ ശ്രവിക്കാൻ കുറച്ചു സമയമെങ്കിലും യുവാക്കൾ മാറ്റിവെക്കണമെന്നാണ് അലക്സാണ്ടറുടെ അഭ്യർത്ഥന. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് 2019-ൽ കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള
ശ്രവണശ്രീ അവാർഡും ലഭിച്ചു. ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം 1998 കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. പുതുതലമുറയിലെ സ്വകാര്യ FM റേഡിയോകളായ റേഡിയോ മാംഗോയും ക്ലബ് FM-ഉം റെഡ് FM-ഉമെല്ലാം ഇദ്ദേഹം ദിവസേന ശ്രവിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകനും കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ലൈബ്രറി അസിസ്റ്റന്റിനുമായ മകൻ ഏബിൾ C അലക്സാണ്ടറിനൊപ്പമാണ് ഇദ്ദേഹത്തിന്റെ താമസം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്